യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നിങ്ങളുടെ കുട്ടികളെ രക്ഷപ്പെടുത്തിയപ്പോൾ അന്നൊന്നും കന്യാസ്ത്രീകളെ പറഞ്ഞു വിട്ട അവരെ തല്ലണം, പറഞ്ഞു വിട്ടവരെ തല്ലണം എന്ന് തന്നെ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ കേൾക്കുകയുണ്ടായി. അന്ന് എന്നെ പറഞ്ഞു വിട്ട എൻ്റെ മാതാപിതാക്കളെ ഓർത്ത് എത്രയോ കുടുംബങ്ങളാണ് ദൈവത്തിന് നന്ദി പറഞ്ഞത്. നമ്മളൊക്കെ എന്തു പെട്ടെന്ന് മാറിപ്പോകുന്നത്. ഇതിനെപ്പറ്റി പറഞ്ഞ ആ സഹോദരനോട് ഒരു വാക്ക്, അറിയില്ലെങ്കിൽ പറയരുത്. ഒരു കന്യാസ്ത്രീയും ആരും നിർബന്ധിച്ചിട്ട് ആരെയും കന്യാസ്ത്രീയാക്കുന്നില്ല, സ്വന്തം ഇഷ്ടം. ഈ ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു പീരീഡുണ്ട്. അതും ഒരാൾ മഠത്തിൽ വന്ന് ഉടനെ തന്നെ അവിടെ കന്യാസ്ത്രീയാക്കത്തൊന്നുമില്ല. അവർ ആദ്യമേ തന്നെ റിക്വസ്റ്റ് ചെയ്യണം 1 വർഷത്തേക്ക്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പാണ് പോസ്റ്റ്ലൻസി. അവിടെയും ഒരു റിക്വസ്റ്റ് എഴുതണം, എന്നെ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കാമോ എന്ന്. പിന്നെ നോവിഷ്യേറ്റ് 2 വർഷമുണ്ട്. അതിനുശേഷമാണ് അവർ ആദ്യമായിട്ട് വ്രതം ചെയ്യുക 1 വർഷത്തേക്ക്. അങ്ങനെ ഓരോ വർഷം ചെയ്ത് 6 വർഷത്തിന് ശേഷമാണ് അവർ നിത്യവ്രതം ചെയ്യുക. അപ്പോൾ ചുരുക്കത്തിലൊരു 10 വർഷമുണ്ട് ഈ ഫോർമേഷൻ. ഈ 10 വർഷത്തിൽ അവർ 1 പ്രാവശ്യം റിക്വസ്റ്റ് എഴുതിയില്ലെങ്കിൽ, അവർ1 പ്രാവശ്യം വൗസ് റിന്യൂ ചെയ്തില്ലെങ്കിൽ അവർ ഫ്രീ, അവർക്ക് പോകാം. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ ആരെങ്കിലും ഇങ്ങനെ വ്യർത്ഥമായിട്ട് പറയരുത്, ആരെയും ഞങ്ങൾ കന്യാസ്ത്രീകളെ നിർബന്ധിച്ച് മടത്തി ചേർത്തുന്ന്. ഒരിക്കലും നിർബന്ധിച്ച് മടത്തി ചേർക്കുന്നില്ല. രണ്ടാമത്, ഓരോ പ്രാവശ്യം വ്രതം ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കുന്നുണ്ട്, സ്വന്തം മനസ്സോടുകൂടിയാണോ. ഇപ്പോൾ വിവാഹത്തിന് മുമ്പ് മനസ്സമ്മതത്തിൽ ചോദിക്കുന്നുണ്ട്, പൂർണ്ണമായ മനസ്സോടുകൂടിയാണോ നീ ഇവനെ വിവാഹം ചെയ്യാൻ പോകുന്നതെന്ന്, അല്ലെങ്കിൽ ഇവളെ വിവാഹം ചെയ്യാൻ പോകുന്നതെന്ന്. അതുപോലെ തന്നെ ഈ വൗസ് എടുക്കുന്നതിന് മുമ്പും കന്യാസ്ത്രീകളോട് ചോദിക്കുന്നുണ്ട്, പൂർണ്ണമായ മനസ്സോടുകൂടിയാണോ. ആണ് എന്ന് പറഞ്ഞെങ്കിൽ മാത്രമാണ് അവരാണത് വ്രതം ചെയ്യുന്നത്. ആരും ആരെയും നിർബന്ധിച്ച് മഠത്തിൽ വിടുന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കാരണവന്മാരെ തല്ലണം എന്ന് പറഞ്ഞ പൊന്നു സഹോദര, ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വഭാവസ്ഥത്തോട് ചെയ്യുന്ന ഒരു അനീതിയായിരിക്കും. പിന്നെ ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ ഒത്തിരി സിസ്റ്റേഴ്സിനെ പറ്റിയൊക്കെ ഒത്തിരി നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. എല്ലാവരും പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. വീഴ്ചകൾ പലർക്കും വന്ന് കാണും. ഇപ്പോൾ കുടുംബജീവിതത്തിൽ ചിലരൊക്കെ ഡിവോഴ്സ്ഡായി പോകുന്നുണ്ട്. ചിലരുടെ കുടുംബജീവിതത്തിലേക്ക് ഒത്തിരി ഞാൻ കേട്ടു ആ സഹോദരൻ പറയുന്നത് ആത്മഹത്യകളുടെ കാര്യത്തിലൊക്കെ. നമ്മുടെ മീഡിയകളിലൊക്കെ ഇപ്പം നിറഞ്ഞു നിൽക്കുന്നതൊക്കെ ഈ ആത്മഹത്യകളും കൊലപാതകങ്ങളൊക്കെയാണല്ലോ. അപ്പം ഞാൻ ആരെയും ഇത് എൻ്റെ അറിവനുസരിച്ച ഞാൻ ആരെയും വിധിക്കുന്നില്ല. ആത്മഹത്യ ചെയ്യുന്നവരെയോ അല്ലെങ്കിൽ കൊലപാതകം ചെയ്യുന്നവരെയോ ആരെയും ഞാൻ വിധിക്കുന്നില്ല. കാരണം ഞാൻ ആരെയും വിധിക്കാൻ ആളല്ല. ഈ സാധാരണ കുടുംബങ്ങളിൽ തന്നെ ജനിച്ചു വളർന്നവരാണ് ഈ മഠത്തിലും പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. തെറ്റുകൾ തന്നെയാണ് എന്ന് വെച്ച് എല്ലാവരെയും കാടടച്ച് അങ്ങനെ വെടിവെക്കുന്നത് ശരിയല്ലല്ലോ. കുറേ പേരൊക്കെ വിശ്വസ്തയോടെ ജീവിക്കുന്നവരുണ്ട്.